ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. തൃശ്ശൂർ രാഗം പൂരപ്പറമ്പാക്കിയിരിക്കുകയാണ്. ബബബ ദിലീപ് നായകനായി എത്തുന്ന ചിത്രം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് എല്ലാം തന്നെ തീർന്ന അവസ്ഥ. തൃശ്ശൂരിൽ മാത്രമല്ല, കൊച്ചിയല്ല, എവിടെ എടുത്തു നോക്കിയാലും റെഡ് അലേർട്ട് ആണെങ്കിലും തൃശ്ശൂർ രാഗം ഒരു പ്രത്യേക തരംഗം തന്നെയാണ്. ഒരു വമ്പൻ തിയേറ്ററിൽ 6ഓളം ഷോകളാണുള്ളത്. ആദ്യ 2 ഷോകൾ ഹൗസ്ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ള ഷോകൾക്ക് ഫ്രണ്ടിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും, അതും 4ഓ 5ഓ അല്ലെങ്കിൽ 10ൽ താഴെ ടിക്കറ്റുകൾ. ഇത്ര വമ്പൻ തിയേറ്ററിൽ ആകെ കിട്ടാനുള്ളത് ഫ്രണ്ട് റോ മാത്രം. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനൊക്കെ എടുത്തൊന്ന് നോക്കാം. ഉച്ചയ്ക്ക് 2:30-യുടെയും വൈകുന്നേരം 5:45-നും ഒക്കെ സമാനമായ രീതിയിൽ, രാത്രി 9-ഉം 11:59-നുള്ളതും സെയിം അത് രീതിയിൽ തന്നെ പോകുന്നു. 11:59 മണിയുടെ വെറും 2 ടിക്കറ്റുകൾ ബാക്കിയുണ്ട്. ആദ്യം ഇരുന്ന് കാണാൻ, ഫ്രണ്ട് റോയിലിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓടിച്ചെല്ലാം. എന്തായാലും 11:59-ന് ഒരു 25ഓളം ടിക്കറ്റുകളും ബാക്കിയുണ്ട്. അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയാണ് തൂക്കുന്നത്. ഇതിനോടകം പ്രീ സെയിലിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 4 കോടി തൂക്കിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 6.5 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ദിനം സിനിമ എത്ര നേടും എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. എത്രയായിരിക്കാം ഈ ഒരു സിനിമ ആദ്യ ദിനം നേടുന്നത്? 15 കോടിയായിരിക്കുമോ, അല്ലെങ്കിൽ 10 കോടിക്കും 15 കോടിക്കും ഇടയിലായിരിക്കുമോ, അതോ 15 കോടിക്കും 20 കോടിക്ക് ഇടയിലായിരിക്കുമോ, 20-നും 30-നും ഇടയിലായിരിക്കുമോ? ഒന്ന് കമൻസിലൂടെ നിങ്ങൾക്ക് പറയാം. എന്തായാലും ഈ ഒരു സിനിമ മോഹൻലാൽ പ്രസൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ള കാര്യം. ഒപ്പം ദിലീപിൻ്റെ വമ്പൻ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു തിരിച്ചുവരവിൽ അമ്മാതിരി ഒരു തൂക്കും. ആദ്യ ദിലീപിൻ്റെ 100 കോടി ചിത്രമാകും ഇത് എന്നുള്ളത് ആളുകൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം ഡേ മീഡിയാസ്. ഒപ്പം ദിലീപ് ഫാൻസിനോട് ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ദിലീപ് ഫാൻ ആണെങ്കിൽ നമ്മളെ കട്ട സപ്പോർട്ട് വേണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഡേ മീഡിയാസ്.